പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഒരു വിശ്വാസികൾ പങ്കെടുത്തു. ബീഫിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന പാളയം ഇമാം VP സുബൈർ മൗലവി പെരുന്നാൾ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. വ്രതശുദ്ധിയുടെ 30 പകലിരവുകൾക്കൊടുവിൽ ചെറിയ പെരുന്നാൾ. മൈലാഞ്ചി മൊഞ്ചും പുതുവസ്ത്രങ്ങളുടെ പകിട്ടുമായി വിശ്വാസികൾ. വിവിധ സ്ഥലങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികളുടെ നീണ്ട നിര. മഴ കാരണം പലയിടത്തും നമസ്കാര ചടങ്ങുകൾ പള്ളികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം പാളയം പള്ളിയിൽ ഇമാം VP സുബൈർ മൗലവി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാടിനെ കശാപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മക്കളെ പച്ച മനുഷ്യനെയാണ് കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മർക്കസ് പള്ളിയിൽ മുഹമ്മദ് അബ്ദുള്ള ഹക്കീം അസ്ഹരി പെരുന്നാൾ സന്ദേശം നൽകി. കൊച്ചി കലൂരിൽ ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു പെരുന്നാൾ നമസ്കാരം. ചെന്നൈയിൽ മകനും കൊച്ചുമകനുമൊപ്പമായിരുന്നു സൂപ്പർ താരം മമ്മൂട്ടിയുടെ പെരുന്നാൾ ആഘോഷം. എല്ലാവർക്കും ഈദ് മുബാറക്. ഈ വർഷം നാട്ടിൽ ഈദ്ഗാഹ് കൂടാൻ പറ്റിയില്ല, കാരണം ബേബിയുടെ ആയതുകൊണ്ടാണ്. സന്തോഷം. ആദ്യത്തെ ഇതാണ്. കൊതിയൂറ് വിഭവങ്ങൾക്കിടയിൽ ഇനി കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.